നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ടെക്നിക്കൽ മേഖലയിൽ ഒരു കോഴ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് ITI, അതുമല്ലെങ്കിൽ പോളിടെക്നിക് ഡിപ്ലോമ, അതുമല്ലെങ്കിൽ BTech അല്ലെങ്കിൽ BE, ഇത്തരം ടെക്നിക്കൽ മേഖലയിലുള്ള ഏത് ബ്രാഞ്ചുകളിൽ കോഴ്സ് കഴിഞ്ഞവരുടെയും ഒരു നല്ല കരിയറിലേക്ക് എത്തിപ്പെടാനുള്ള ആദ്യ പടി എന്നുള്ള നിലയ്ക്ക് ഉള്ള ഒരു അവസരം കൂടിയാണ് അപ്രൻറ്റിസ്ഷിപ്പ് എന്ന് പറയുന്നത്. അതും മികച്ച പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ചെയ്യുന്ന അപ്രൻറ്റിസ്ഷിപ്പ് ആണ് എങ്കിൽ അതിനുശേഷം അവർക്ക് നല്ല കമ്പനികളിലേക്ക് എത്തിപ്പെടാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സാധിക്കുന്ന ഒരു അവസരം കൂടിയാണ്. അതുമാത്രമല്ല, ഈ അപ്രൻറ്റിസ്ഷിപ്പ് ചെയ്യുന്ന സമയത്ത് നല്ല പൊതുമേഖലാ സ്ഥാപനമൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു സ്റ്റൈഫൻറ്റും അവർ നൽകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നല്ല ഒരു അപ്രൻറ്റിസ്ഷിപ്പ് അവസരം ഇപ്പോൾ വന്നുപെട്ടിട്ടുണ്ട്. ഏതാണ്ട് 200 അപ്രൻറ്റിസ്ഷിപ്പ് പൊസിഷൻസ് അല്ലെങ്കിൽ വേക്കൻസീസ് ആണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ നൽകിയിരിക്കുന്നത്. അത് കേരളത്തിൽ 60 ഒഴിവുകളുണ്ട്. അതിൽ ഗ്രാജുവേറ്റ് ഒഴിവുകൾ 40, ITIക്കാർക്ക് 15, ഡിപ്ലോമ 5 എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ എല്ലാ കാറ്റഗറിക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു സുവർണ അവസരമാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ നൽകുന്നത്. അപ്പോൾ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളെല്ലാം പറയാം. ഒന്ന് ശ്രദ്ധയോടുകൂടി കാണാൻ ശ്രമിക്കുക. അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ്, കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞതുപോലെ 200 ഒഴിവുകളാണ് ഉള്ളത്. അതിൽ 60 ഒഴിവുകൾ കേരളത്തിലാണ്. 3 വിഭാഗങ്ങളിലായിട്ടാണ് ഈ ഒഴിവുകളുള്ളത്. ഗ്രാജുവേറ്റ് പ്രോഗ്രാം, അതുപോലെ തന്നെ ITI പ്രോഗ്രാം, ഡിപ്ലോമ പ്രോഗ്രാം, ഇങ്ങനെ 3 ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതൊക്കെ ട്രേഡുകൾക്കാണ് അവസരമുള്ളത് എന്ന് ഞാനൊന്ന് സൂചിപ്പിക്കാം. ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്സ്, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്, മെഷീനിസ്റ്റ് ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, ഇൻസ്ട്രുമെൻറ്റേഷൻ സിവിൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ, ഇത്രയും മേഖലകളിലാണ് നമുക്ക് ഈ ട്രേഡുകളാണ് ഇതിൽ അവസരങ്ങളുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം ഇതിൽ ഗ്രാജുവേറ്റ് അപ്രൻറ്റിസ്ഷിപ്പ് പ്രോഗ്രാമിനെ കുറിച്ചൊന്ന് പറയാം. അപ്പോൾ ഗ്രാജുവേറ്റ് അപ്രൻറ്റിസ്ഷിപ്പ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നോൺ ടെക്നിക്കൽ ഡിഗ്രികൾ കഴിഞ്ഞവർക്കും ഉള്ള ആപ്ലിക്കേഷൻ കൊടുക്കാവുന്ന ഒരു മേഖലയാണ്. ഏതാണ്ട് 120 ഒഴിവുകൾ ഇതിനകത്തുണ്ട്. സ്റ്റൈഫൻഡ് പരിശീലന കാലഘട്ടത്തിൽ കൊടുക്കുന്നത് ഗവൺമെൻറ് അംഗീകൃത സ്റ്റൈഫൻഡ് ആയിരിക്കും ലഭിക്കുക. അപ്പോൾ ഇതിനകത്ത് എലിജിബിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50% മാർക്കോടെ BA, BCom, BSc, BBA, ബാച്ചുലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, അല്ലെങ്കിൽ BSc, അല്ലെങ്കിൽ BCom, BA, ഇതിലേതെങ്കിലും ഒരു ഡിഗ്രി പ്രോഗ്രാം 50% മാർക്കോട് കൂടി നിങ്ങൾ ജയിച്ചവരാണ്, അത് 18നും 24നും ഇടയ്ക്ക് പ്രായമുള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഗ്രാജുവേറ്റ് പ്രോഗ്രാമിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. നല്ലൊരു അവസരമാണ് എന്ന് ഒരു സംശയവുമില്ലാതെ പറയാം. ടെക്നിക്കൽ അപ്രൻറ്റിസ്ഷിപ്പ് എന്ന് പറയുന്ന മേഖലയിൽ 25 ഒഴിവുകളുണ്ട്. പരിശീലന കാലയളവിൽ സ്റ്റൈഫൻഡ് ലഭിക്കുകയും ചെയ്യും. യോഗ്യത അവർ പറയുന്നത് 50% മാർക്കോടെ ഉള്ള ഏത് ട്രേഡാണോ അല്ലെങ്കിൽ ഏത് ബ്രാഞ്ചിലേക്കാണോ എടുക്കുന്നത് ആ ഡിപ്ലോമ നിങ്ങൾ പാസ്സായിരിക്കണം. അപ്പം 3 ഇയർ ഡിപ്ലോമ അല്ലെങ്കിൽ പോളിടെക്നിക് ഡിപ്ലോമ പാസ്സായ 50% കൂടി പാസ്സായവർ കറസ്പോണ്ടിങ് ട്രേഡുകളിലേക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഞാൻ ആദ്യം ട്രേഡുകളെല്ലാം പറഞ്ഞു. ആ ട്രേഡുകളിൽ ഏതെങ്കിലും ഒരു ട്രേഡിൽ നിങ്ങൾക്കൊരു 3 ഇയർ ഡിപ്ലോമ ഉണ്ട് എങ്കിൽ, നിങ്ങളുടെ പ്രായം 18നും 24നും ഇടയ്ക്കാണ് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ടെക്നിക്കൽ അപ്രൻറ്റിസ്ഷിപ്പ് എന്ന് പറഞ്ഞ ഈ മേഖലയിലേക്ക്. അടുത്ത ഒരു മേഖല ട്രേഡ് അപ്രൻറ്റിസ് എന്ന് പറയുന്ന ഒഴിവാണ്. അവിടെ 55 ഒഴിവുകളുണ്ട്. നിങ്ങൾക്ക് സ്റ്റൈഫൻഡോട് കൂടിയുള്ള ട്രെയിനിങ് തന്നെയാണ്. 50% മാർക്കോടെ ഏതാണോ ബന്ധപ്പെട്ട ട്രേഡ്, ഇപ്പം ഞാൻ നേരത്തെ കുറേ ട്രേഡുകൾ പറഞ്ഞു, അതിൽ ഏത് ട്രേഡ് ആണെങ്കിലും അതിൽ ഒരു ITI, അത് NCVT അല്ലെങ്കിൽ SCVT, ഇത് രണ്ടാണെങ്കിലുമുള്ള ഒരു ITI നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ പ്രായവും 18നും 24നും ഇടയ്ക്ക് പ്രായമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 2025 ജനുവരി 31 ബേസ് ചെയ്തായിരിക്കും ഈ 18 വയസ്സ്, 21, 24 വയസ്സ് എന്നൊക്കെയുള്ള പ്രായം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും ഭിന്നശേഷിക്കാർക്ക്, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, മറ്റ് മുൻഗണനാ വിഭാഗങ്ങൾക്കൊക്കെ അവർക്ക് അർഹതയുള്ളതായിട്ടുള്ള ഏജ് റിലാക്സേഷൻ ലഭിക്കുകയും ചെയ്യും. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് കൺഫ്യൂഷനൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. ഇനിയും ഇത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ സെലക്ഷൻ എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വിഷയത്തിൽ അല്ലെങ്കിൽ ട്രേഡുകളിൽ, ഇപ്പോൾ നിങ്ങൾ BSc ആണെങ്കിൽ അത്, അല്ലെങ്കിൽ BCom അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഡിപ്ലോമ ബേസ്ഡ് ആയിട്ടുള്ളതാണെങ്കിൽ നിങ്ങളുടെ ഡിപ്ലോമ, അല്ലെങ്കിൽ ITI ബേസ്ഡ് ആയിട്ടുള്ള ഇതിലേക്കാണ് പോകുന്നതെങ്കിൽ ITI, ഈ 3 വിഭാഗം ഞാൻ പറഞ്ഞു. ഈ 3 വിഭാഗങ്ങളിൽ ഏതിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, 3 വിഭാഗം എന്ന് ഉദ്ദേശിച്ചത് ടെക്നീഷ്യൻ അപ്രൻറ്റിസ്,
ഷിപ്പുണ്ട്, അതുപോലെ ട്രേഡ് അപ്രൻറ്റീസ് ഉണ്ട്, ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് ഉണ്ട്. ഈ 3 എണ്ണത്തിൽ ഏതാണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാന ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ, അതിൽ നിങ്ങൾക്ക് ലഭിച്ച മാർക്ക്, നിങ്ങളുടെ ഫൈനൽ മാർക്ക് ഉണ്ടല്ലോ, അതിനെ ബേസ് ചെയ്തായിരിക്കും ഒരു ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. ആ ഷോർട്ട് ലിസ്റ്റിനെ ബേസ് ചെയ്ത് ആയിരിക്കും ഫൈനൽ സെലക്ഷൻ നടക്കുക. അപ്പോൾ നിങ്ങളിത് സമയം കളയാതെ ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്ലൈ ചെയ്യേണ്ട ലിങ്കുകൾ, ഏതൊക്കെ ലിങ്കിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് എല്ലാം നോക്കി മനസ്സിലാക്കി കൃത്യമായിട്ട് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്ത് അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 16 ആണ്. 2025 ഫെബ്രുവരി 16 നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഓൺലൈനായിട്ട് തന്നെ ആപ്ലിക്കേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് ഒരു നല്ല കരിയറിലേക്ക് എത്താനായിട്ടുള്ള മികച്ച ഒരു അവസരമാണ് ഈ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പോലെയുള്ള വലിയ പബ്ലിക് സെക്ടർ കമ്പനികളുടെ ഒരു അപ്രൻറ്റിസ്ഷിപ്പ് പ്രോഗ്രാം. അപ്പോൾ ഇതിനെ ചെറുതായി കാണരുത്, ഇത് നല്ലൊരു അവസരമാണ്. കിട്ടുകയാണെങ്കിൽ ഇത് തികച്ചും ഒരു ലോട്ടറിയാണ് എന്നുള്ള കാര്യം തന്നെ ഒന്ന് മനസ്സിലാക്കുക. എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലൂടെ കാണുന്നത് എങ്കിൽ ദയവായി ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒരു കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ഡ്രോപ്പ് ചെയ്യുക. ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുക വീഡിയോ പരമാവധി. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇതൊരു പക്ഷേ ഉപകാരപ്പെട്ടേക്കാം എന്നൊരു തോന്നലുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളിലൂടെ അവർക്കും ഒരു സഹായം അത് ആയിക്കൊള്ളട്ടെ. ഏതായിരുന്നാലും വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.